ലോകത്തെയാകെ ആശങ്കയിലാഴ്ത്തിയ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു യുദ്ധത്തിന് ഒടുവിൽ വിരാമമാകുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ ചരിത്രപരമായ സമാധാന ഉടമ്പടി ഒപ്പുവെക്കുമ്പോൾ പശ്ചിമേഷ്യയ്ക്കൊപ്പം ലോകമാകെയും ആശ്വാസത്തിലാണ്. എന്നാൽ ഒരു വശത്ത് സമാധാനം പുലരുമ്പോഴും പശ്ചിമേഷ്യയിൽ ആശങ്കയുടെ കനലുകൾ പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ല. ഫെബ്രുവരി 28 തുടങ്ങിയ ആ ചോരപ്പുഴയുടെ നാൾവഴികൾ ലോകത്തെയാകെ ബാധിച്ചത് ചരിത്രം. പ്രകോപനങ്ങളുടെയും നയതന്ത്ര പരാജയങ്ങളുടെയും ഒടുവിൽ ഫെബ്രുവരി 28 പശ്ചിമേഷ്യയെ പിടിച്ചുകുലുക്കിയ ആ യുദ്ധത്തിന് തിരികൊളുത്തുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണങ്ങളും അതിനെ തുടർന്ന് US-ഉം സഖ്യകക്ഷികളും നേരിട്ട് രംഗത്തിറങ്ങിയതും സ്ഥിതിഗതികൾ സങ്കീർണമാക്കി. ലോകം മറ്റൊരു ലോകമഹായുദ്ധത്തിന് നിഴലിലായ നാളുകളായിരുന്നു അത്. ഇറാനെതിരെ US-ഉം ഇസ്രയേലും കനത്ത വ്യോമാക്രമണം ആരംഭിച്ചു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ട ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി അടക്കം ഭരണകൂടത്തിലെ ഉന്നതർ കൊല്ലപ്പെട്ടു. മിസൈലുകളും ഡ്രോണുകളും കൊണ്ടായിരുന്നു ഇറാന്റെ ശക്തമായ തിരിച്ചടി. ഇസ്രയേലിലും ഇറാഖ് അടക്കമുള്ള അറബ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളിലും ഇറാൻ ആക്രമണം നടത്തി. ഇതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധം കടുത്തു. ഇറാനുമായി അടുപ്പമുള്ള ലെബനനിലെ ഹിസ്ബുള്ളയുടെ താവളങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. റോക്കറ്റ് ആക്രമണത്തിലൂടെയാണ് ഹിസ്ബുള്ള തിരിച്ചടിച്ചത്. ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ നിലയങ്ങളും കപ്പൽ ഗതാഗതവും ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണം ലോകരാജ്യങ്ങളെ വിറപ്പിച്ചു. അഭ്യൂഹങ്ങൾക്കൊടുവിൽ ആയത്തുള്ള അലി ഖമനയുടെ മകൻ മുസ്തഫ ഖമനയി പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇറാന്റെ ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി പ്രമേയം പാസാക്കി. ഇതിനിടയിൽ ഇറാന്റെ ദേശീയ സുരക്ഷാ സമിതി മേധാവി അലി ലാരിജാനി ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മാർച്ച് അവസാന വാരം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. മാർച്ച് ഏപ്രിൽ മാസങ്ങളായപ്പോഴേക്കും യുദ്ധം പശ്ചിമേഷ്യ കടന്ന് ലോകത്തെ ആകെ ബാധിച്ചു തുടങ്ങി. ചെങ്കടലിലെ കപ്പൽ പാതകൾ അടഞ്ഞു. ആഗോള എണ്ണവില കുതിച്ചുയർന്നു. വികസ്വര രാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. യുദ്ധം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ശക്തമായത് ഈ കാലയളവിലാണ്. മെയ് പകുതിയോടെ ഇരു വിഭാഗവും രഹസ്യ ചർച്ചകൾക്ക് തയ്യാറായി. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ യുദ്ധവിരാമത്തിന്റെ ആദ്യ സൂചനകൾ പുറത്തു വന്നു. ഒടുവിൽ ഇറാന്റെയും US-ന്റെയും തലവന്മാർ ചരിത്ര പ്രസിദ്ധമായ ആ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. കരാർ ഒപ്പുവെക്കപ്പെടുമ്പോഴും പശ്ചിമേഷ്യയിൽ പൂർണ്ണമായ സമാധാനം വിദൂരമാണ്. കാരണം ഈ സമാധാന ചർച്ചയോ അതിലെ തീരുമാനങ്ങളോ തങ്ങളുടെ ഉത്തരവാദിത്തമല്ലെന്നാണ് ഇസ്രായേലിന്റെ വാദം. ഇസ്രായേൽ ഇപ്പോഴും തങ്ങളുടെ ആക്രമണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇറാനും US-ഉം തമ്മിലുള്ള കരാർ കൊണ്ട് മാത്രം പശ്ചിമേഷ്യൻ പ്രതിസന്ധി അവസാനിക്കില്ലെന്ന് ഇസ്രായേലിന്റെ കടുത്ത നിലപാടുകൾ വ്യക്തമാക്കുന്നു. മഹാമാരികൾക്കും സാമ്പത്തിക തകർച്ചകൾക്കും ശേഷം ലോകം മറ്റൊരടി കൂടി പിന്നോട്ട് പോയ യുദ്ധനാളുകളായിരുന്നു കഴിഞ്ഞുപോയത്. ഇറാൻ US കരാർ വലിയൊരു ആശ്വാസമാണെങ്കിലും പശ്ചിമേഷ്യയിൽ പൂർണ്ണമായ സമാധാനം വിപുലമാണെങ്കിൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പ്രാദേശിക ശക്തികൾ തോക്കുകൾ താഴെ വെക്കേണ്ടതുണ്ട്. ലോകം കാത്തിരിക്കുന്നു ചോര ചിന്താത്ത ഒരു പുലരിക്കായി.